എന്തായാലും അതൊക്കെ ഇപ്പൊ ഞാൻ കൂടുതൽ പറയേണ്ട കാരണം ഇന്നിപ്പോ പിന്നെ സിദ്ദീഖ് സാറിന്റെ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. സിദ്ദീഖ് സാറിനെ പറ്റിയൊക്കെ മൂപ്പര് തന്നെ പറയും. ഏതായാലും കുറച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോ എല്ലാവർക്കും നല്ല എനർജറ്റിക് ആയ ഒരു ലീഡറാണ്. ഇപ്പോ ZDC ലീഡറും കൂടിയാണ്. ഏതായാലും പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഹർഷാവധത്തോടു കൂടി അനുവാദത്തോടു കൂടിയും സിദ്ദീഖ് സാറിനെ ഈ സൂം മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സിദ്ദീഖ് സാർ. താങ്ക് യു മമ്മൂട്ടി സർ. അപ്പോ എല്ലാവർക്കും നമസ്കാരം. സൗണ്ട് ക്ലിയർ ആണോ സാറേ? വീഡിയോ ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ. അപ്പൊ എന്തായാലും ശരി, മമ്മൂട്ടി സാർ വളരെ നല്ല രീതിയിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി. എങ്കിലും ഞാനും ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് സിദ്ദിഖ്. മാനന്തവാടിയിലാണ് വീട്. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ, ഗൾഫ് കഴിഞ്ഞിട്ട് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യായിരുന്നു. വർക്ക് ചെയ്യുന്നതിനിടയിലാണ് നമ്മുടെ VS മാസ്റ്റർ സെയ്തലവി സാറ് ഒരു ദിവസം, എൻ്റെ മക്കളെ പഠിപ്പിച്ച ടീച്ചറാണ്, അധ്യാപകനാണ്, എൻ്റെ 2 കുട്ടികളെ പഠിപ്പിച്ചതാണ്. അപ്പോൾ സാറ് വീട്ടിലൊരിക്കൽ ഞാൻ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ് വരുമ്പോൾ ഹറിബറി ആയിപ്പോയി കേട്ടോ. അതാ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ വന്നിട്ട് വൈഫിനോടും കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ കുറെ കാലങ്ങൾ കൂടിയിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിച്ച ഒരു മാഷെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ആ സന്തോഷത്തിൽ ഞാനും സംസാരിച്ചപ്പോൾ പെട്ടെന്ന് അയാൾ പറഞ്ഞു, ആഗമന ഉദ്ദേശം എന്താണെന്നുള്ളതൊന്ന് വെളിപ്പെടുത്തി. കാരണം ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും എന്താ പറയാ, എൻ്റെ മനസ്സിൽ അത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്നും കൂടെ പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് അതൊരു ചിത്രം അങ്ങ് മാറി. അന്നൊക്കെ എനിക്ക് ശരിക്കും മറ്റേ ഇതില്ലേ നമ്മുടെ മണി ചെയിൻ, അങ്ങനെയൊക്കെയാന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒന്നിലും ഇതുവരെ പങ്കെടുക്കാത്തൊരു ആളാണ് ഞാൻ. അപ്പൊ ചേരാത്ത ഒരാളാണ്. അപ്പൊ സാർ ഇത് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്കിങ്ങനെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഈ ലൈറ്റ് ഒരു സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ ഓഫ് ആകുന്നില്ല, അതേപോലെ മുഖം അങ്ങോട്ട് ഓഫായിപ്പോയി. ശരിക്കും ഇതിലേക്കൊന്നും നമുക്ക് പറ്റില്ല. പിന്നെ അതുവരെ സംസാരിച്ച രീതിയൊന്നും അല്ല. പിന്നെ ഈ സാർ എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പോകണം എന്നുള്ളൊരു കണ്ടീഷനിലായി. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു, ചിലരോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ പ്ലാൻ കൊടുക്കാൻ പോകുമ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം ചിലരോട് അത് ഉണ്ടാവാം. അപ്പൊ ഈ മക്കളെ പഠിപ്പിച്ചൊരു മാഷൊക്കെ വരുമ്പോൾ ഒരു കമ്മിറ്റ്മെന്റ്, പെട്ടെന്ന് നോന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സാർ എന്നോട് ചോദിച്ചു, സാർ ഇന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ സാറിനോട് ഞാൻ ചോദിച്ചു, സാർ എന്താ ഉള്ളത് എന്ന്. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ആ ബുക്ക് ഉണ്ടല്ലോ, നമ്മളെ പ്ലാൻ ബുക്ക്, പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കും അറിയായിരിക്കും, ബുക്ക് ഏതായാലും കാണാതിരിക്കില്ല. ആ പ്ലാൻ ബുക്ക് എനിക്ക് അന്ന് വെറും ഒരു ബുക്കായിരുന്നു. അപ്പൊ അതില് ഹലോ പറഞ്ഞോളൂ. അപ്പൊ ആ ഒരു പ്ലാൻ ബുക്ക് നോക്കിയിട്ട് കുറേ നമ്മുടെ പ്രോഡക്റ്റുകൾ പറഞ്ഞു തന്നു. ഞാൻ നോക്കുമ്പോ ഒക്കെ കുറെ ചുവന്ന കുപ്പികളും ചുവന്ന ഇതും. ഞാൻ പറഞ്ഞു, സാർ ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യമുള്ള എന്താ വെച്ചാ. അപ്പൊ സാർ പറഞ്ഞു, എന്തായാലും വേണം, കുറച്ച് വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് വെക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ശരി സാറേ, അതും എടുക്കുക അതും എടുക്കുക. ആ ബുക്കും തുറന്നു വെച്ചിട്ട്, ഇതൊന്നും ഞാൻ നോക്കിയിട്ടില്ല, എനിക്ക് ഈ സാർ എൻ്റെ വീട്ടിൽ നിന്ന് പോകണം, അതിന് ഞാൻ കുറച്ച് പൈസ ചെലവാക്കിയാലും തിരക്കടില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ സാർ അതും ഇതും എന്നും പറഞ്ഞിട്ട് കുറെ ഒരു ബില്ലിട്ട് 5600 ആയി. ശരി സാർ, എന്നാ 5000 അത് പോയാലെങ്കിൽ സാർ ഇവിടുന്ന് പോകുമല്ലോ. സാറിന് നോന്ന് പറഞ്ഞ് വിടണ്ടാത്തൊരവസ്ഥ വന്നുകൊണ്ട് ഞാൻ ആ സാധനത്തിന് ഓർഡർ കൊടുത്തു. പിറ്റേ ദിവസം ഉണ്ട് നമ്മുടെ നൂർഷ സാറിനെയും കൂട്ടിയിട്ട് VS സാർ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. നൂർഷ സാറിനെന്ന് അറിയാത്തവർ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവില്ല. നൂർഷ സാർ വന്നിക്കുക, കാരണം അത് ഫോളോ അപ്പ്, ഇപ്പോഴല്ലേ അറിയുന്നത് അത് ഫോളോ അപ്പ് ആയിരുന്നു, മറ്റത് പ്ലാൻ കൊടുക്കലായിരുന്നു. ഇതൊക്കെ ഫോളോ അപ്പിന് നൂർഷ സാറിനെയും കൊണ്ട് വന്നിക്കുക. അന്നേരം ഞാൻ ഓഫീസിലാണ് വിളിച്ചു വരുത്തുക. അപ്പൊ ഞാൻ ഇവര് വീട്ടിൽ വന്നാൽ ചിലപ്പോൾ പോകില്ല, അതുകൊണ്ട് ഓഫീസിൽ നിന്ന് കണ്ടാൽ ചിലപ്പോൾ വേഗം തന്നിട്ട് പോയി കളിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിലില്ല, ഞാൻ ഓഫീസിലിരുന്നു. അങ്ങനെ ഇവർ ഓഫീസിൽ വന്നാലും നിൽക്കൂലല്ലോ അധികം, വേഗം ഞങ്ങൾക്ക് തിരക്കുണ്ടെന്ന് പറയല്ല. അങ്ങനെ അവർ ആ സാധനം കൊണ്ടെത്തുന്നു. കുറച്ചു നേരം പിന്നെ അപ്പൊ നൂർഷ സാറിന്റെ ഇന്നത്തെ പോലെ തന്നെയുള്ള സംഭാഷണ ശൈലിയല്ലേ, നമ്മളെ ഗ്രേറ്റ് ലീഡർ നൂർഷ സാർ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതില് ശരിക്കും ഞാനൊരു ഹാഫ് മൂഡിൽ, ഒരു പകുതി വന്നു, ഞാൻ ആ മൂഡിലേക്കായി സാറിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കേട്ടപ്പോൾ. എന്നാലും എനിക്ക് ഈ പ്രോഡക്റ്റ് വേണ്ടാന്ന് വിചാരിച്ച് ഈ പെട്ടി കൊണ്ടുവന്ന് കട്ടിന്റെ അടിയിൽ കൊണ്ടുപോയി തള്ളി വെച്ചു. ഞാൻ കട്ടിന്റെ അടിയിൽ കൊണ്ടുപോയി തള്ളി വെച്ചിട്ട് പിന്നെ അതിനെ മൈൻഡ് ചെയ്തില്ല. കാരണം എനിക്കപ്പോ ഒന്നും അസുഖമൊന്നുമില്ല, എനിക്കിതൊന്നും വേണ്ട, ഈ വെൽനെസ് എന്തിനാ ഏതിനാ ഒന്നും എനിക്കറിയില്ല, ഇതൊന്നും വേണ്ട. അത് കട്ടിന്റെ അടിയിൽ വെച്ചു. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ എന്തായാലും പിന്നെ സാറുമാരെ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കുകയില്ല. ഫോളോ അപ്പ് നൂർഷ സാറും VS സാറും മാറി മാറി വിളിക്കും.
വിളിച്ചാലൊന്നും ഞാൻ ഫോൺ എടുക്കൂല, കാരണം എനിക്ക് പിന്നെ പേടിയായിപ്പോയി. ഇതെന്തിനാ ഇവര് എന്നെ ഈ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന എന്നെ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത് എന്നുള്ളൊരു തോന്നലായി പോയി അന്ന്. അത് കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് ഫീൽഡിൽ പോകണം. ഞാൻ വണ്ടിയിലെ ഡ്രൈവർ ആയാലും ശരി, ഞങ്ങൾ കാട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പതിവ് പോലെയുള്ള ഫീൽഡ് വിസിറ്റിന് പോകുമ്പോൾ കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പം തിരുനെല്ലി ഭാഗത്തേക്ക് പോയവർക്കൊക്കെ അറിയാം, അവിടെ ഒരു ഉണ്ണിയപ്പ കടയുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാട്, ഒരു കുന്ന, അത് അവിടെ നിരപ്പ് കഴിഞ്ഞാൽ പിന്നെ കുന്ന. അങ്ങോട്ടേക്ക് ഒരു സർവേ ഉണ്ടായിരുന്നു. 8 പേരുണ്ട്. ഫ്രണ്ടിൽ 2 വാച്ചേഴ്സ് ഉണ്ടാവും, കാരണം നിറയെ ആനയൊക്കെ ഉള്ള സ്ഥലമല്ലേ. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇവരോട് പോവാതിരിക്കാം. പക്ഷെ ഞങ്ങൾ എന്താ പറയുക, ഉൾക്കാട്ടിൽ വണ്ടി പോകുന്നിടത്തോളം വണ്ടി കൊണ്ടുപോയി ഇട്ടിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. ഇവര് മലയും കുന്നും കയറി ഇറങ്ങി വരുന്നവരെ പിന്നെ വണ്ടിയിൽ ഞാൻ തനിച്ചായിരിക്കും. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ നടക്കാൻ പഠിച്ചിട്ട് വണ്ടിയിലിരുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ കാടല്ലേ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ വന്യമൃഗങ്ങളുടെ മുന്നിൽ ഞാൻ പെടാറുണ്ട്. നമ്മൾ ഇരുന്നിരുന്ന് ഉറങ്ങിപ്പോകും. ചിലപ്പോൾ ഒച്ച കേൾക്കുമ്പോൾ കണ്ണു തുറന്ന് നോക്കുമ്പോഴേക്കും മുന്നിൽ ആന ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പൊ നമ്മളും ബേജാറാവൂലേ. അങ്ങനെ പലപ്പോഴും അങ്ങനെ പെട്ടിട്ടുണ്ട്. അതിന് പിന്നെ ഞാൻ വണ്ടിയിലിരിക്കൂല, ഞാൻ ഇവരുടെ കൂടെ തന്നെ നടക്കും. നടക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം കണ്ടില്ലേ, അത്യാവശ്യം ഉണ്ട്, 93 കിലോ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ നടക്കുമ്പോൾ ഭയങ്കര കെതപ്പാ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വെൽനെസ് ഒന്നും ഇല്ലല്ലോ, ഇന്നല്ല വെൽനെസ് വന്നിക്കണേ. അപ്പൊ ഈ നടക്കുമ്പോ മുന്നിൽ ആളുകൾ ഉണ്ടാവും. പക്ഷെ കാട്ടിലൊരു നിയമമുണ്ട്, നമ്മൾ നടക്കുമ്പോൾ നമ്മൾ സൗണ്ട് ഇല്ലാതെ അധികം സംസാരിക്കാതെ പോകണം. കാരണം മൃഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ സൗണ്ട് കേട്ട് അവർ അലേർട്ടാവും. അവർ മറഞ്ഞു നിന്നിട്ടൊക്കെ നമ്മൾ ആക്രമിക്കാൻ വരുന്നൊരു സ്വഭാവം ഉണ്ട്. അതുകൊണ്ട് മുന്നിലുള്ളവരിങ്ങനെ പോയിട്ട് നമുക്ക് ആംഗ്യം കാണിക്കാം, എന്തെങ്കിലും ഫ്രണ്ടിലുണ്ടെങ്കിലും മിണ്ടരുത് എന്നൊക്കെ പറയാം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ താഴെ ഭാഗത്ത് ആനയൊക്കെ കാണാൻ നമ്മൾ കുന്നു കയറി പോവാണ്. പക്ഷെ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഞാനിനി എന്ത് നമ്മളെ കൂടെ ആളുണ്ടെങ്കിൽ പോലും എൻ്റെ തടി ഞാൻ നോക്കണല്ലോ. എന്റെ കണ്ണ് മുഴുവനും ചുറ്റുമായിരിക്കും, താഴെ നോക്കാൻ മറന്നു പോകും. താഴെ കല്ലും മണ്ണും ഇതൊക്കെ ഉള്ള സ്ഥലം തന്നെയല്ലേ. അപ്പൊ ഇത് നോക്കാണ്ട് ചുറ്റും നടക്കുകയാണ്. അങ്ങനെ അന്ന് സ്പീഡിൽ നടക്കുകയാണ്. കാരണം ഇവരെ കൂടെ ബാക്കിലായി പോകാൻ പാടില്ല. ഒരു കടുവയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസത്തേക്ക് എന്നെ കിട്ടുമല്ലോ അവർക്ക്, അത് മതിയാവും. വൈറ്റൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിനൊന്നല്ല, ഒരു നേരത്തേക്കൊന്നുമല്ല, തടി കൂടി ഇനിയേക്കും പിടിക്കുള്ളൂ. കാരണം നമുക്കെല്ലാം ഓടാണ്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ എങ്ങനെയെങ്കിലും ഏന്തി വലിഞ്ഞ് ഇവരെ നടുക്കന്നെ നിന്നിട്ട് പോവുമായിരുന്നു. പക്ഷേ ചുറ്റും നോക്കുന്നതുകൊണ്ട് താഴെ നോക്കാൻ മറന്നിട്ട് അന്ന് പതിപോലെ യാത്രയിൽ കാല് കല്ലിൽ തട്ടിയിട്ടൊന്ന് പടം മറിഞ്ഞു പോയി. കുറെ മേലെ എത്തിയിട്ടുള്ളത്, നല്ല വേദന, എനിക്ക് നടക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എനിക്ക് പേടി എന്തായെന്നറിയോ, എല്ലാവരും നിന്നു. അപ്പൊ എല്ലാവരും വട്ടം കൂടി നിന്ന് നടത്തൊക്കെ നിർത്തി. കാരണം എനിക്കിങ്ങനെ ഇത് സംഭവിച്ചല്ലോ. അപ്പൊ എനിക്ക് വലത്തെ കാലം എനിക്ക് നിലത്ത് വെക്കാൻ പറ്റാത്ത പോലെ ഇങ്ങനെ ഉളുക്കിപ്പോയ പോലെ ഉണ്ട്. ഞാൻ നീരും വന്ന് കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ എനിക്ക് പേടി എന്താന്ന് വെച്ചാല്, സാറ് പറയാണ് പിന്നെ നമുക്കിത് കഴിഞ്ഞിട്ട് പോവാം, സിദ്ദിഖ് ഇവിടെ ഇരിക്കും. ഞാൻ കാട്ടിൽ അവിടെ ഇരിക്കും, ഏതെങ്കിലും ഒരു വാച്ചർ അവിടെ ഇരുത്തും, പക്ഷെ ഞാൻ ഇരിക്കൂല. ഞാൻ പറഞ്ഞു, സാറേ ഇപ്പൊ ഒരു ആന വന്നാൽ നിങ്ങളെല്ലാരും ഓടും. ഞാൻ നഫ്സി സ്വന്തം തടി നോക്കിയിട്ട് എല്ലാവരും ഓടും, ഞാൻ എവിടേക്കും ഓടും? മരത്തിൽ കയറാന്ന് വെച്ചാൽ താഴ്ന്ന് മേലോട്ട് നോക്കുക എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും രക്ഷയുണ്ടോ? നമ്മൾ ഈ തടിയും വലിച്ചിട്ട് പണ്ട് ചെറുപ്പത്തിലൊക്കെ മരത്തിൽ കയറിയിട്ടുണ്ട്, ഇപ്പൊ അതൊന്നും പറ്റൂല. അതുകൊണ്ട് സാർ ഒരു കാര്യം ചെയ്യണം, എന്നെ ഒന്ന് എങ്ങനെയെങ്കിലും വണ്ടിയിൽ കൊണ്ടാക്കി തരണം. അങ്ങനെ ഒരാൾ എൻ്റെ കൈ താങ്ങി ഞങ്ങൾ മെല്ലെ താഴെ മല ഇറങ്ങി എന്നെ വണ്ടിയിൽ എത്തിച്ചിട്ട് നേരെ മാനന്തവാടിക്ക് കൊണ്ടുവരിക. മാനന്തവാടിക്ക് വൈദ്യുരടുത്ത് കൊണ്ടുവന്ന് കെട്ടിക്കാൻ കൊണ്ടുവരിക കേട്ടോ. അപ്പൊ ഏകദേശം മാനന്തവാടിൻ്റെ അടുത്ത്, മാനന്തവാടി അറിയുന്നവർക്കറിയാം, വിൻസെന്റ് ഗിരി ഹോസ്പിറ്റൽ, ഏകദേശം അതിൻ്റെ അടുത്തെത്തിയപ്പോൾ എനിക്കൊരു ഓർമ്മ, VS മാസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതിലൊരു നോവേദന ജെല്ലുണ്ട്, അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് നീര് കുറയും, പിന്നെ അതിൽ ചാമ്പി തൈലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ നോവേദന ജെല്ല് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നപ്പോൾ ഞാൻ സാർമാരോട് പറഞ്ഞു, സാറേ എന്നെ വൈദ്യുരടുത്ത് കൊണ്ടുപോകണ്ട, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിയാൽ മതി. നമ്മുടെ ഈ ഒരു നോവേദന ജെൽ എന്നുള്ള പ്രോഡക്റ്റ് റേഞ്ച് ഓഫീസറോട് പറയാൻ എനിക്ക് പേടി. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഗൾഫിൽ നിന്ന് ഏട്ടൻ കൊണ്ടുവന്ന ഒരു സ്പ്രേ വീട്ടിലുണ്ട്, ഒരു വേദനയ്ക്ക് അടിക്കുന്ന സ്പ്രേ ഇല്ലേ, ഗൾഫിൽ പോയവർക്ക് അറിയാം. ഈ സ്പ്രേ അടിച്ചാൽ ഈ നീര് വലിയും, ഞാൻ അഥവാ മാറിയിട്ടില്ല ഞാൻ മക്കളെയും കൂട്ടിയിട്ട് ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടാക്കി. ഞാൻ പെട്ടി വലിച്ചെടുത്ത്, അവളോട് വെട്ടിയെടുക്കാൻ പറഞ്ഞു, വെട്ടിയെടുത്ത് നമ്മൾ നോവേദന ജെൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ അന്ന് പുലിമുരുകൻ മറക്കില്ല. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്സ്പീരിയൻസ് ആണ്. ഒരു സിനിമ TV കണ്ടുകൊണ്ട് പുലിമുരുകൻ അതും കണ്ടുകൊണ്ട് ഞാൻ സോഫയിൽ കാല് നീട്ടി വെച്ചിട്ടാണ് ഇരുന്നു. ശരിക്കും ഈ കാലിന്റെ കാര്യം മറന്നുപോയി. സിനിമ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്കും കാലിന്റെ നീര് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ വലിയൊരു ഉണ്ടയായത് ഒരു ചെറിയ ഉണ്ടയായി. അപ്പൊ ഞാൻ വിചാരിക്കണം, ഇത് കൊള്ളാലോ, ഇത് നല്ല സാധനമാണ്. കാരണം എന്തോ ഒരു ഗുണം ഇതിനുണ്ടല്ലോ. അതുവരെ നമ്മൾ തള്ളിപ്പറഞ്ഞ VS മാസ്റ്ററുടെ ആ ഒരു ഗുണം എനിക്കിതിൽ കിട്ടി, ചെറിയൊരു ഗുണം ഇതിലുണ്ടല്ലോ. അപ്പൊ ഞാൻ രാത്രി ഒന്നും കൂടി ഇത് അപ്ലൈ ചെയ്ത് ഞാൻ കിടന്നു. രാവിലെ എണീറ്റപ്പം നീര് കുറഞ്ഞിട്ടുണ്ട്, ഫുള്ളായിട്ട് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ വേദന പോയിട്ടൊന്നുമില്ല. ഞാൻ സ്കൂട്ടി എടുത്ത് ഞാൻ നേരെ ഓഫീസിലേക്ക് പോയപ്പോൾ ഓഫീസേഴ്സ് വിചാരിക്കുകയാണ്, കാരണം ഞാൻ 5 ദിവസം ഞാൻ വരില്ല, ഞാൻ കാലും കെട്ടിച്ചിട്ട് അവിടെ കിടക്കുമല്ലോ വീട്ടില്.
അപ്പൊ സിദ്ദിഖ് ലീവാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പയറ് പോലെ ഞാൻ സ്കൂട്ടി ഓടിച്ചിട്ട് പോയി. കാല് അവിടെ വെച്ചാൽ മതിയല്ലോ, നടക്കണ്ടല്ലോ, സ്കൂട്ടിയിലവിടെ വെച്ചു കൊടുത്താൽ മതിയല്ലോ കാല്. നേരെ ഓഫീസിലെത്തിയപ്പോ സാർ പറഞ്ഞു, ഇത് ഭയങ്കര സംഭവമാണല്ലോ, നീ ഇങ്ങനെ വരും നമ്മൾ വിചാരിച്ചിട്ടില്ല, ആ സ്പ്രേ നമുക്കും കൊണ്ടുതരാൻ പറഞ്ഞു, ഏട്ടനോട് കൊണ്ടുതരാൻ പറയാൻ പറഞ്ഞു. അപ്പൊ നമുക്കൊരു അഹങ്കാരം വരാണ്ടല്ലോ. ഇതുവരെ ഞാൻ പേടിച്ചിട്ടാ പറയാതിരുന്നത് ഈ ഡയറക്ട് സെല്ലിങ്ങും നോവേദനയൊന്നും. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇത് ആ സ്പ്രേ ഒന്നുമല്ല, എനിക്ക് എൻ്റെ ഏട്ടൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സ്പ്രേ അല്ല, ഇതൊരു മാഷ് എനിക്ക് പരിചയപ്പെടുത്തിയ ഒരു ഓയിൻമെന്റ് ആണ്. അന്ന് 230 രൂപയുടെ ഒരു ഓയിൻമെന്റ് ആണ്, അത് തേച്ചിട്ടാണ് എനിക്ക് മാറിയത്, ഇതൊരു ഡയറക്ട് സെല്ലിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഓഫീസിൽ അടിച്ചു വരാൻ വരുന്ന ഒരു ചേച്ചിയുണ്ട്, നിർമ്മലേച്ചി എന്നോട് പറഞ്ഞു, സിദ്ധി എൻ്റെ കാലിന് രാത്രി മസിൽ കയറുന്നുണ്ട്, അപ്പൊ ആ മസിൽ കയറുന്നതിന് നിന്റെ മരുന്ന് പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ മാറിയിട്ടുണ്ട് ചേച്ചി, നിങ്ങളെ മാറുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ഇത് കൊണ്ടുപോയി ഉപയോഗിച്ച് നോക്ക്. അത് ചേച്ചിക്ക് കൊടുത്ത് കഷ്ടകാലത്തിന് 2 ദിവസം ചേച്ചി വന്നില്ല. പക്ഷെ ചേച്ചീനെ വിളിക്കാൻ എനിക്ക് പേടി, ഇത് തേച്ചിട്ട് ചേച്ചീൻ്റെ കാലുവേദന കൂടിയോ എന്നറിയാത്തതുകൊണ്ട് എനിക്ക് പേടിച്ചിട്ട് ചേച്ചീനെ വിളിച്ചില്ല. പക്ഷെ 3-ാമത്തെ ദിവസം ചേച്ചി വന്നിട്ട് എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു, മക്കൾക്ക് സുഖമില്ലാത്തതുകൊണ്ടായിരുന്നു വരാത്തത്, പക്ഷെ സിദ്ധി ഒന്ന് വിളിച്ചു നോക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എനിക്കിപ്പോ 2 ദിവസമായിട്ട് ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നുണ്ട്, ഈ മസില് കയറ്റം, കാലിന് മസില് പിടിക്കുന്ന ആ ഒരു അസ്വസ്ഥത എനിക്ക് മാറിയിട്ടുണ്ട്, അതുകൊണ്ട് നീ അതിന്റെ പുതിയത് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആഹാ, ഇത് സംഭവം കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട് നേരെ VS സാറിനെ അപ്പൊ വിളിക്കാണ്, സാറേ എനിക്കൊരു 5 നോവേദന ജെല്ല് വേണം, ഇപ്പൊ കൊണ്ടുത്തരുവും വേണമെന്ന്. കാരണം ആ ഓഫീസിൽ 5 ആളുകൾ എല്ലാവർക്കും വേണം പറഞ്ഞു. അപ്പത്തേക്കും VS ഉച്ചയാകുമ്പോഴത്തേക്ക് സംഭവം എത്തിച്ചു കേട്ടോ. സംഭവം ഇവിടെ എത്തിച്ച് ഞാൻ കൈനീട്ടം കൊടുക്കുകയാണ് ചേച്ചിക്ക്. എന്നാൽ ചേച്ചി കൈനീട്ടം നിന്ന് ഫസ്റ്റ് അത് 340 എത്രയും അതിന്റെ പൈസയായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ MRPക്ക് എല്ലാം കൊടുത്തു, അതിന് 10-20 കുറച്ച് കൊടുത്തിട്ടുണ്ട് ചേച്ചിക്ക്, ഫസ്റ്റ് കച്ചവടമല്ലേ, അത് കൊടുത്തു. ചേച്ചീന്റെ കൈനീട്ടാണ് എന്നെ ഇന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിർത്തുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഓരോ ഐക്കൺ ഉണ്ടാവും, ഓരോ പ്രോഡക്റ്റ്. ആ ഒരു പ്രോഡക്റ്റ് എൻ്റെത് നോവേദന ജെല്ലാണ്. പക്ഷെ അതിന്റെ കൂടെ പിന്നെ അത് മാറാൻ വേണ്ടിയിട്ട് സാറ് തന്നെ പറഞ്ഞു തന്നിട്ട് നമ്മൾ ചാമ്പ്യൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും സ്വസ്ഥമായിട്ട് അത് മാറി, പിന്നെ നമുക്കൊരു ഡോക്ടറെ അടുത്ത് പോകേണ്ടി വന്നിട്ടില്ല. അപ്പൊ അന്ന് തുടങ്ങിയ ഒരു ബിസിനസ് സൈഡ് ബിസിനസ് ആയിട്ടാണ് ഞാനിത് തുടങ്ങിയത്. കാരണം എനിക്കൊരു ജോലി ഉണ്ടല്ലോ, ആ ഒരു ജോലി ഉള്ളത് കൊണ്ട് ഞാൻ സൈഡായിട്ടാണ് ഞാനിത് തുടങ്ങിയത്. അതിൽ ഞാൻ ആ സൈഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ 5 മണി കഴിഞ്ഞിട്ട് ശരിക്കും ഫുൾ ടൈമറാ, രാത്രി ഏതോ നേരത്തെ പുരയിലേക്ക് എത്തുക. കാരണം അതുപോലെ ഞാനും VS സാർ ലീഡേഴ്സ് നന്നായി സഹായിച്ചിട്ടുണ്ട് കേട്ടോ. VS സാറും നൂർഷ സാറും എൻ്റെ അസോസിയേറ്റ്സ് ഒക്കെ നന്നായി സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തിട്ട് ഇന്ന് ഞാൻ ZTC റാങ്കിൽ എത്തി എന്ന് പറയണമെങ്കിൽ ഏകദേശം ഒരു 2.5 വർഷം ZTC റാങ്കിലേക്ക് ഞാൻ എത്തി. അപ്പൊ ZTC റാങ്ക് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് അറിയാം, 15 ലക്ഷം BV മാച്ച് ചെയ്യണം 2 ഭാഗത്തും. അപ്പൊ അങ്ങനെ ZTCയിൽ എത്തണമെങ്കിൽ എൻ്റെ ആ ഒരു വർക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് നിങ്ങളോട് എനിക്ക് തരാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ഒരു ബിസിനസ്സിനെ പഠിക്കുക, ലീഡേഴ്സിനെ കൂട്ടിപ്പിടിക്കുക, പിന്നെ നമ്മൾ പ്രോഡക്റ്റിനെ പഠിക്കുക. പ്രോഡക്റ്റ് നോളജ് നമ്മൾ 4 ആളോട് കോൺഫിഡൻസോടുകൂടി നമ്മൾ പറയണമെങ്കിൽ ഓരോ പ്രോഡക്റ്റും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഇന്നിപ്പോൾ നമ്മളെ മാർക്കറ്റ് മുഴുവൻ നശിപ്പിച്ചത് കാരണം ഈ എലമെന്റ്സ് എന്ന് പറഞ്ഞ പലരും ഒന്നും കേട്ട പാതി കേൾക്കാത്ത പാതി ബാഗിലെടുത്ത് കൊണ്ടുപോയി വിൽക്കുന്നതുകൊണ്ട് ഓരോ വീട്ടിൽ പോകുമ്പോൾ അവർ പറയും, ഈ സാധനം ഇവിടെ ഉണ്ടല്ലോ, ഈ സാധനം ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന രീതി പോലും അവർക്കറിയില്ല. അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് നന്നായിട്ട് പഠിച്ചതിന് ശേഷം നമ്മളിത് ഒന്നുകിൽ റീറ്റെയിൽ ചെയ്യുന്നവർക്കാണ് അത്, ഇനി അല്ലാതെ ചെയ്യുന്നവർക്ക് നമ്മൾ പ്രോഡക്റ്റ് പഠിക്കണം. ഒരാൾ മുന്നിലിരുന്ന് 100 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയും അല്ലേ? അപ്പൊ നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ അതിനെ ഗണ്ണിക്കണമെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചേ തീരൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അതിനുശേഷം നമ്മൾ ജീവിതം നന്നായിട്ട് ആസ്വദിക്കുന്നത്, നമുക്ക് കുറെ സ്വപ്നങ്ങൾ വേണം. ഈ സ്വപ്നങ്ങൾ നമ്മൾ ലക്ഷ്യത്തിൽ എത്തിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ഈ നമ്മൾ സമയത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ടൈം ബോണ്ട് ആയിട്ട്, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ അയൽവാസി ഒരു പെണ്ണ്, അപ്പൊ അവരോട് പറയണം എന്ന് വിചാരിച്ച് ഞാൻ കുറേ ദിവസമായി ഇത് പറയണം. അപ്പോൾ ഇന്നാവട്ടെ അല്ലെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തു നിന്നു. കാരണം ഇത് നമ്മൾ അടുത്തല്ലേ, ഇവര് വേറെ എവിടെയും പോകില്ല എന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ അതിലെ പോകുമ്പോൾ നമ്മുടെ SITന്റെ 2 ആൾക്കാർ അതിലെ പോകുന്നു, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന്. എനിക്കിങ്ങനെ തലക്കടി കൊണ്ടുപോലെ ഇപ്പൊ ഞാൻ നാളെ എന്ന് പറഞ്ഞിട്ട് വെച്ചിക്ക, ഞാൻ പോകുന്ന വഴിയിലുള്ള ഒരു ലേഡിയാ, SITന്റെ ടീം ഇറങ്ങിപ്പോവുക. പക്ഷെ സമയം നമുക്ക് ആർക്കു വേണ്ടിയും കാത്തിക്കില്ല. നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ ഇന്ന് ചെയ്യണം. നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഞാനൊരു ചെറിയൊരു കഥയിലൂടെ, നാളത്തേക്ക് വെക്കുന്നതിന് പിന്നത്തേക്ക് വെക്കുന്നതിന് ഒരു ചെറിയൊരു കഥയിലൂടെ ഞാൻ പറയാം. ഒരു കഥ പറയട്ടെ, കാരണം സമയമുണ്ടോ? 7:20, ഒരു 10 മിനിറ്റും കൂടെ, 7:30 ഒരു ചെറിയൊരു കഥയിലൂടെ നിങ്ങൾക്ക് അത് വിവരിച്ചു തരാം. കാരണം പണ്ട് കഥകൾ അങ്ങനെ. ഒരു മിനിറ്റ് ഒന്ന് ഇടോറ. എന്നാ പിന്നെ ലോക്ക് ചെയ്തൊരു മീറ്റിംഗ് പണ്ടൊക്കെ.
ഒരു കഥയിലൂടെ ഞാനൊരു കാര്യം പറയട്ടെ. പണ്ട് ഒരു സ്ഥലത്തൊരു ഒരു കർഷകൻ ഒരു പന്നിക്കുട്ടിയെ, ഒരു പന്നീനെ, ചെറിയ പന്നീനെ വളർത്തിയിരുന്നു. പണ്ട് അങ്ങ് ചൈനയിൽ എവിടെയെങ്കിലും നമുക്ക് ഉദ്ദേശിക്കാം. അതിനെ വളർത്തിയിരുന്നു. ഈ പന്നിക്ക് ഒരു സ്വഭാവമുണ്ട്, അത് താഴെ നോക്കിയിട്ട് മാത്രം നടക്കുള്ളൂ, ഇല്ലേ? താഴെ നോക്കിയിട്ട് മാത്രമേ അത് നടക്കുള്ളൂ. കാരണം അതൊരിക്കലും മേലോട്ട് നോക്കില്ല. മണ്ണ് മാന്തി ചികഞ്ഞ് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടി അതൊക്കെ കഴിച്ചിട്ട് നടക്കുന്നൊരു ജീവിയാണ് പന്നി എന്ന് നമുക്കറിയാം. അങ്ങനെ ഈ കുഞ്ഞിനെ വളർത്തി അത് വലുതായി അതിന് നല്ല കൊഴുത്ത് വന്നപ്പോൾ ഈ കർഷകൻ വിചാരിച്ച് ഇതിനെ നമുക്ക് വിറ്റ് കളയാം. കാരണം ഇനി ഇതിനെ പോറ്റിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അതിനെ കച്ചവടാക്കി രണ്ടുപേര് വന്ന്, അത് കച്ചവടക്കാർ രണ്ടുപേര് വന്നിട്ട് ഈ ഒരു പന്നീനെ കച്ചവടാക്കിയപ്പോൾ ഈ കച്ചവടാക്കിയിട്ട് അതിനെന്ത് ചെയ്തു, അതിനെ വിലയെല്ലാം പറഞ്ഞ് ഉറപ്പിച്ച് രണ്ട് കാലും കെട്ടി കൈ രണ്ടും കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ദണ്ണും കയറ്റി ഇവര് തോളത്ത് വെച്ചിട്ട് അതിനെ കൊണ്ടുപോകുമ്പോ എന്തായിരിക്കും അവസ്ഥ? അതുവരെ താഴോട്ട് നോക്കിയതിന്റെ മുഖം മേലോട്ടായില്ലേ, അത് ആകാശത്തേക്കാണ് അതിന്റെ പിന്നെ നോട്ടം. അപ്പോഴാണ് ഇക്കണ്ട കാലവും താഴോട്ട് നോക്കി നടന്ന ആ ഒരു പന്നി ആകാശം കാണുന്നത്. ആകാശം കാണുമ്പോൾ അത് വിചാരിക്കും, ഇത്ര നല്ല കാഴ്ചകൾ ഇവിടെ ഉണ്ടായിരുന്നോ, എന്ത് നല്ല ആകാശം, എന്താ അവിടുത്തെ കളേഴ്സ്, അവിടുത്തെ കുറെ പൂമ്പാറ്റകളെ കാണുന്നു, പിന്നെ പക്ഷികളെ കാണുന്നു, വാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മരങ്ങളെ കാണുന്നു, ആ മരങ്ങൾക്കെല്ലാം പലതരം കളറുകൾ കാണുന്നു. ഈ കാഴ്ചകളൊക്കെ ഇതിന് മുന്നേ ഇതിന് മേലെ ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇനി എന്നെ ഇതിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് നടക്കും. ഇക്കണ്ട കാലം ഞാൻ എന്തിനാണ് ആ താഴോട്ടേക്ക് നോക്കി നടന്നത്? ഈ മേലെ ഇത്ര നല്ല കാഴ്ചകൾ ഉണ്ടായിട്ട് എനിക്കത് കാണാൻ പറ്റിയിട്ടില്ലല്ലോ. പക്ഷെ ഇനി ഇവിടുന്ന് ഇറക്കി വിട്ടാൽ ഞാൻ തീർച്ചയായും ഞാൻ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുക എന്നത് പറഞ്ഞ് ആ പന്നിയെ, പക്ഷെ അതിനെ നേരെ കൊണ്ടുപോയത് കശാപ്പ് ശാലയിലേക്കായിരുന്നു. അതിന് സമയം കിട്ടിയോ? അതിന് പിന്നെ സമയം കിട്ടിയില്ല. കാരണം അതിന് പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മളുടെ നല്ല കാലത്തിന് വേണ്ടി, നമ്മൾ കാഴ്ചകൾ കാണാൻ വേണ്ടി, നമ്മളുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ നാളെ എന്ന് വിചാരിച്ചിരുന്നാൽ സാധിക്കില്ല. ഇതിനൊക്കെ മുന്നോട്ട് നടക്കാൻ നമ്മുടെ അടുത്ത് പൈസ വേണം. ഇപ്പൊ നമ്മളെ നാട്ടിലൊന്ന് ആലോചിക്കാം, നമുക്ക് വൃദ്ധസദനങ്ങൾ ഒരുപാട് കൂടി വരികയാണ്. വൃദ്ധസദനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെ ചെറുപ്പം മുതൽ നമ്മളെ ചോരയും നീരും ഊറ്റിയിട്ട് നമ്മളെ കുടുംബത്തിന് വേണ്ടി, നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പാരൻസിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്വന്തക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം അങ്ങനെ അങ്ങ് തീർക്കും, ഇല്ലേ? പണ്ട് ഒരു മീറ്റിംഗ് ഇതിലൊക്കെ പറഞ്ഞ പോലെ നമ്മളെ മാർക്കറ്റിൽ മത്തി അയില മാത്രമല്ല, അയക്കുറി ആകോലി ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കഴിക്കണോ? ഇന്ന് വയനാട് അല്ലെങ്കിൽ ഇന്നൊരു ഈ കേരളം മുഴുവൻ കാണാത്ത എത്ര പേര് ഇതിലുണ്ട്. നമ്മളെ ചുറ്റുവട്ടം മാത്രമല്ല, ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ടാവാം. ഈ പന്നി നേരത്തെ വിചാരിച്ചു ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് വേണം എനിക്ക് മേലോട്ട് നോക്കാൻ. നമ്മളിൽ പലരും മേലോട്ട് നോക്കി എപ്പോഴാണെന്നറിയോ? ഒന്നുകിൽ ഹോസ്പിറ്റലിലെ ബെഡില്, അല്ലെങ്കിൽ നമ്മൾ വീട്ടില് ഒരു ആശ്രയം ഇല്ലാതെ മലന്ന് ചെരിഞ്ഞും മറഞ്ഞും കിടക്കാൻ പറ്റാതെ ആകാശത്തേക്ക് നോക്കി, അത് മേലോട്ട് നോക്കി ഫാന് കറങ്ങുന്ന നോക്കിയിട്ട്, അല്ലെങ്കിൽ ജനലിന്റെ കൈവരികൾ എണ്ണി നോക്കിയിട്ട് കിടക്കുന്ന ഒരു അവസരം വരും നമുക്ക്. ആർക്കും വരുത്താതിരിക്കട്ടെ, എന്നാലും നമുക്കത് വരും, നമ്മളത് പ്രതീക്ഷിക്കണം. അപ്പോഴേക്കും നമ്മൾ ഈ 2/10 എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ടല്ലോ. കാരണം നമ്മൾ ഒരു പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് ഉപകാരമില്ല. കാരണം നമുക്ക് വരുമാനം ഇല്ല, നമുക്ക് പിന്നെ അതൊരു ബേർഡൻ, അവർക്കൊരു ബാധ്യതയായി തീരും. അതേസമയം നമ്മൾ ഇതിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4-5 വർഷം നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്ക് പാസീവ് ഇൻകം ആണ് ഇത്. കാരണം നമ്മളില്ലെങ്കിലും നമ്മളുണ്ടെങ്കിലും നമുക്ക് വരുന്ന വരുമാനമാണ് പാസീവ് ഇൻകം. കാരണം നമ്മുടെ താഴെ വന്ന ഒരുപാട് ആളുകൾ ഒരു ദിവസം പണി നിർത്തില്ല. ഇനിയിപ്പോ നമ്മളൊന്ന് കിടന്നു പോയാൽ പോലും നമ്മളെ താഴെ ബിസിനസ് നടക്കുകയാണ്. ആ ബിസിനസ് നടക്കുന്നതിന്റെ വരുമാനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോ നമുക്കൊരു വരുമാനം ഇല്ലാതെ, നമുക്കൊരു ആശ്രയം ഇല്ലാതെ നമ്മൾ കിടക്കുന്നതിലും ഭേദമല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. നമുക്ക് ആഴ്ചയിൽ 2/10 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കിടന്നാലും നമ്മളെ നോക്കാൻ ആളുണ്ടാവില്ലേ? ഇനി ആരും ഇല്ലെങ്കിൽ പോലും നമുക്കൊരാളെ വെച്ചുകൂടെ? ഇപ്പൊ ഈ പന്നി ആലോചിച്ച പോലെ നമ്മളിനി നാളത്തേക്കെന്ന് പറഞ്ഞിട്ട് ആലോചിക്കരുത്, നമ്മൾ ഇന്ന് തന്നെ ആലോചിക്കണം. സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല. ഞാൻ പണ്ട് പഠിക്കുന്ന കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഒരു സമയത്തിന്റെ ഒക്കെ കുറെ പറയണം. അപ്പൊ ഒരു ദിവസത്തിന്റെ എന്താ പറയാ, ദിവസത്തിന്റെ ഒരു പ്രാധാന്യം അറിയണമെങ്കിൽ ഗൾഫിൽ പോയ ആൾക്കാരോട് ചോദിക്കണം. നമ്മൾ ഗൾഫിൽ പോകുന്നതിന്റെ തലേന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു വ്യഥയുണ്ടല്ലോ, ഒരു വേദന. പക്ഷെ നാളെ ഒരു 2 ദിവസം കൂടെ നീട്ടി കിട്ടിയാൽ മതിയായിരുന്നു. നേരത്തെ അറക്കാൻ കൊണ്ടുവന്ന പോത്തിനെ കൊണ്ടുവന്ന പോലെ നമ്മളെ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോകുക അല്ലേ? ഒരു ദിവസം പോലും കിട്ടിയെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും, അല്ലേ? ഒരു മണിക്കൂറിന്റെ വ്യത്യാസത്തിന് ഒരു മിനിറ്റിന്റെ വില അറിയണമെങ്കിൽ, ഞങ്ങൾ പണ്ട് ഗോവയിലേക്ക് ട്രിപ്പ് പോയിനു.
അപ്പൊ നമ്മളിവിടുന്ന് ഫ്രണ്ട്സ് എല്ലാം കൂടെ തീരുമാനിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇത്ര മണിക്കാണ് ട്രെയിൻ. പക്ഷെ ഞങ്ങൾ ചുരത്തിൽ ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോം ഇതിലൂടെ ട്രെയിൻ നീങ്ങി തുടങ്ങി. നമ്മൾ പോണ്ട ട്രെയിന് നമ്മളെല്ലാവരും, അത് നമ്മൾ 8 പേരും കണ്ടുണ്ടായിരുന്നു, ഓടി അതിന്റെ മേൽപ്പാലത്ത് കൂടെ ഓടുമ്പോഴേക്കും ട്രെയിൻ എടുത്തു പോയി. 1 മിനിറ്റിന്റെ വ്യത്യാസത്തിന് നമ്മുടെ ഒരു ടൂർ, നമ്മളെ പ്രതീക്ഷകൾ. അന്ന് നമ്മൾ ചെറുതായിരുന്നു, കുഞ്ഞുങ്ങളായിരുന്നു. ആ സമയത്ത് നമുക്ക് ഇരുന്ന് കരഞ്ഞു. കാരണം ആ ട്രെയിനിന്റെ കൂടെ ഓടിയെത്തുക. 1 മിനിറ്റിന്റെ വില, 1 സെക്കൻഡിന്റെ വില അറിയണമെങ്കിൽ നമ്മൾ PT ഉഷേന്റെ ആ ഒരു മത്സരം 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ്, അന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുക. അന്ന് നമുക്കൊക്കെ രാവിലെ സ്കൂളിൽ, അന്ന് ഇതുപോലെ ഫോണൊന്നുമില്ല, മൈക്ക് കെട്ടിയിട്ട് ഇങ്ങനെ സ്കൂളിൽ വന്നിട്ടാ പറയും ഇന്ന് PT ഉഷ ഉണ്ട്, 2:30 ആകുമ്പോഴാണ് ഫൈനൽ മത്സരം, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം, ഇന്ത്യയുടെ അഭിമാനമാണ്, പ്രതീക്ഷയാണ്, 400 മീറ്റർ ഹേർഡിൽസിൽ PT ഉഷ മത്സരിക്കുക എന്ന് പറയുന്നത്. എനിക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനതെങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് റിസൾട്ട് കിട്ടില്ല. വൈകുന്നേരത്തെ വാർത്തയിൽ കേട്ടു സെക്കൻഡിന്റെ 100ൽ 1 അംശത്തിന് PT ഉഷ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടിക്ക്, അതങ്ങ് തീർന്നു. പക്ഷെ അതിന്റെയും ഇത്ര അംശത്തിന് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ സമയത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. സമയം ആരെയും കാത്തിക്കില്ല, നാളത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിക്കില്ല. ഇന്ന് ചെയ്യേണ്ട ഡ്യൂട്ടി ഇന്ന് നമ്മൾ ചെയ്യണം. നമ്മൾ ലിസ്റ്റ് മേക്കിംഗ്, നിങ്ങളെ ലീഡേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ആ ലിസ്റ്റ് മേക്ക് ചെയ്തിട്ട് അതിൽ പ്രിഫറൻസ് നോക്കിയിട്ട് ഫസ്റ്റ് ആരെ കാണണോ അയാളെ ഏത് സമയത്ത് കാണണം, എപ്പോൾ കാണണം, നമ്മൾ മാറ്റം വരുത്താതെ ഡൺ ഡയറക്റ്റ് പോയി കാണണം. ഇനി ലീഡേഴ്സ് അവൈലബിൾ അല്ലെങ്കിൽ, ചിലർ പറയും ലീഡേഴ്സ് ഇല്ലാണ്ട് എനിക്ക് പ്ലാൻ കൊടുക്കാൻ പറ്റില്ല എന്ന്. പ്ലാൻ എന്തായാലും നമ്മൾ കേട്ടതാണല്ലോ. ചില പ്ലാനുകൾ നമ്മൾ ലീഡേഴ്സിന് കിട്ടിയിട്ടില്ലെങ്കിൽ ആ കസ്റ്റമറിനെ നമ്മൾ ഒഴിവാക്കരുത്. ചാവേർ പ്ലാൻ എന്ന് പറയും. നമ്മളൊന്ന് കൊടുത്തു നോക്കുക, കിട്ടി പോയാൽ പോയി. പക്ഷെ അതിലൂടെ നമുക്ക് കിട്ടുന്നൊരു ഗുണം, ആ ഒരു കസ്റ്റമർ നഷ്ടപ്പെട്ടു പോയാൽ പോലും നമുക്കൊരു എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടുകയാണ്. അങ്ങനെ 2 ആളോട് പറഞ്ഞാൽ 3ാമത്തെ ആളോട് പറയുമ്പോൾ കറക്റ്റായി, അയാൾ നമ്മളെ പോക്കറ്റിലായി. ലീഡേഴ്സിനെ കാത്തു നിൽക്കരുത്. അത്യാവശ്യം പറയാൻ അറിയുന്നവർ പറയണം എന്ന് ഞാൻ പറയുന്നത്. കാരണം അത് ചിലത്, പക്ഷെ അതിൽ ആളെ നോക്കിയിട്ട് പറയുകയും ചെയ്യണേ. നമുക്ക് നല്ല ഒരു കമ്പനിയാണ് വരുന്നതെങ്കിൽ അതിന് ലീഡേഴ്സിനെ നിർബന്ധമായിട്ടും പോകണം. ഇതിങ്ങനെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നിൽക്കുന്ന ആൾക്കാരോട് നമുക്ക് ഡയറക്റ്റ് പോയി പറയാം. ചിലപ്പോനെ കിട്ടി, ചിലപ്പോൾ കിട്ടിയിട്ടില്ല, അത്രയേ ഉള്ളൂ അല്ലേ. പക്ഷെ അതിനൊക്കെ നമുക്ക് കുറെ സ്വപ്നങ്ങൾ നമ്മൾ കാണണം. സമയം വൈകി സാറേ, എന്തായാലും ഞാൻ ഇപ്പൊ നിർത്തട്ടെ. സ്വപ്നങ്ങൾ നമ്മൾ കുറെ കാണും. ഈ സ്വപ്നങ്ങൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയുമാണ്. ഈ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം ഒരു കാര്യമുണ്ട്. അതിലൊരു ചെറിയൊരു സ്റ്റോറിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു നാട്ടിലൊരു വലിയ കുതിരയോട്ട മത്സരം നടക്കുന്ന ഒരു നാടാണത്. നമുക്ക് ഏതോ നാട് പറയാം. ആ നാട്ടിൽ കുതിരയോട്ട മത്സരം നടക്കുകയാണ്. അപ്പൊ രാജാവൊക്കെ വന്ന് എല്ലാവരും സന്നിഹിതരായി നിറച്ച ആളുകൾ നിന്ന്, അപ്പൊ സ്ഥിരമായിട്ട് പുറത്തുനിന്നും വിദേശത്തു നിന്നൊക്കെ വരുന്ന ഒരുപാട് കുതിരകൾ നിരന്ന് നിൽക്കുക. ഇപ്പൊ എല്ലാ വർഷവും ജയിക്കുന്ന കുതിരയൊക്കെ അതിലുണ്ട്. അത്ര വില കൂടിയ കുതിര, അറേബ്യ എന്ന് വന്ന കുതിര എല്ലാം ഉണ്ട് അതില്. അങ്ങനെ മത്സരം തുടങ്ങുമ്പോൾ അതിൽ വേറൊരാൾ, ആ നാട്ടുകാരനായ ഒരുത്തനെ ഒരു കുതിരനെ കൊണ്ടുപോയി കെട്ടി. ഒരു ചാവാലി കുതിര, നാടൻ കുതിരയില്ലേ, മെലിഞ്ഞ് എല്ലട്ടിയ പോലത്തെ ഒരു കുതിരനെ അവിടെ കൊണ്ടുപോയി ഒരറ്റത്ത് നിർത്തിക്കുക. അപ്പൊ ഇവരൊക്കെ വിചാരിച്ചു എന്തിനാ അയാൾ ഇതിനെ നിർത്തിയത്? ഇത്ര ഭീകരന്മാരായ കുതിരകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ ഇതിനെ ഓടിയെത്തോ? അങ്ങനെ കുതിരയോട്ട മത്സരം തുടങ്ങുമ്പോൾ ഈ കുതിരക്കാരൻ എന്ത് ചെയ്തു എന്നറിയോ? കുതിരനെ അടിക്കാനുള്ള ഒരു വടിയില്ലേ, ആ വടീന്റെ അറ്റത്തൊരു പുല്ല് കെട്ടിയിട്ടിട്ടുണ്ട്, പച്ചപ്പുല്ല് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുവരെ ആരും കാണുന്നില്ല, കാഴ്ചക്കാരും കാണുന്നില്ല. ഇയാൾ ഈ കുതിരയുടെ പുറകെ നിൽക്കുന്നുണ്ട്. ഈ മറ്റേ കുതിരയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ കുതിര ഓടാൻ തയ്യാറാണ്. റെഡി 1 2 3. കുതിര ഓടിത്തുടങ്ങി. ഇയാൾ ഈ കുതിരപ്പുറത്ത് ആളിരിക്കണല്ലോ, ഇയാൾ കുതിരപ്പുറത്തിരുന്ന ആൾ ഈ വടി, പുല്ല് കെട്ടിയ വടിയില്ലേ, ഈ വടി കുതിരേന്റെ തലേന്റെ വായിന്റെ കുറച്ച് മുന്നിലവിടെ വെച്ചു കൊടുത്തു. കുതിരക്കൊട്ട് എത്തൂല്ല, കുതിര എത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കുതിര 2-3 ദിവസം ഭക്ഷണം കഴിക്കാത്ത കുതിരക്കാരം. ഇത് ഓട്ടപ്പോ ഇപ്പൊ ഒരിഞ്ഞ ഓട്ടാണ്. കാരണം അതിന്റെ വിചാരം ഈ പുല്ല് കിട്ടുന്നല്ലേ വിചാരിക്കുന്നത്. അതിന്റെ തൊട്ട് മുന്നിൽ വായിന്റെ അടുത്തല്ലേ വെച്ചുകൊടുത്തിരിക്കുന്നത്. ഇത് മരിച്ചോടി അവസാനം 1ാം സ്ഥാനം കിട്ടിയത് ആർക്കാ? ഈ കുതിരക്ക്. അപ്പൊ രാജാവ് ചോദിച്ചു നമ്മുടെ കുതിരക്കാരനോട്, അല്ല ചങ്ങായി, ഇങ്ങനത്തെ ഒരു ചാവാളി കുതിരനെ കൊണ്ട് ഫസ്റ്റ് വാങ്ങി, ഇതിന്റെ രഹസ്യം എന്താണ്? അപ്പൊ ആ ചങ്ങായി പറഞ്ഞത്, 2-3 ദിവസമായിട്ട് ഞാൻ എൻ്റെ കുതിരക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ അതിനുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, അതിന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, അതിന്റെ പ്രതീക്ഷകൾക്ക് വേണ്ടിയിട്ട്, അതിന് വയറു നിറയാൻ വേണ്ടിയിട്ട് അത് ഓടിയ ഓട്ടാണ് എന്നെ ഇന്നിവിടെ എത്തിച്ചത്. നമുക്ക് അതുപോലുള്ള പ്രതീക്ഷകൾ വേണം. പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ നമ്മൾ എന്തായാലും ലക്ഷ്യത്തിലെത്തിക്കണമെങ്കിൽ സ്വപ്നം എല്ലാവർക്കും കാണാൻ പറ്റും, ആർക്കും കാണാം. പക്ഷെ അതിനെ പ്രാവർത്തികമാക്കലാണ് നമ്മുടെ വിജയം, അല്ലെ? നമ്മളെ മനസ്സിന് എല്ലാവരും ചിന്തിക്കണം. നമ്മളെ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും. അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ചെറിയ സംശയം ഉണ്ടാവും. ശത്രുവും മിത്രവും മനസ്സാണെന്ന് പറയാ. മനസ്സിനെ നമ്മളൊരു പൂന്തോട്ടമായിട്ട് സങ്കല്പിക്കുക. അതിൽ നല്ല പൂക്കൾ ഉണ്ടാകുന്ന വിത്തുകൾ വിതയ്ക്കുക. നല്ല പൂക്കൾ ഉണ്ടാകുന്ന
വിത്തുകൾ വിതയ്ക്കുക. അപ്പോൾ നല്ല ചെടി ഉണ്ടാവും, നല്ല പൂക്കൾ ഉണ്ടാവും, നല്ല സൗരഭ്യം ഉണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവും, ആളുകൾക്ക് കാണാൻ പറ്റുക നല്ല ചെടികൾ ഉണ്ടാകും. വിത്തുകൾ വിതയ്ക്കുക, അതിലെ കളകൾ വളരാതെ അതിനെ സംരക്ഷിക്കുക. മനസ്സിനെ സങ്കല്പിക്കണേ, മനസ്സിലേക്ക് നമ്മൾ നല്ല തോട്ട്സ്, പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവരിക എന്നാണ് ഈ നല്ല പൂക്കൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ കളകൾ വളരരുത്, അതിൽ വേറൊരു ചിന്തകൾ വരരുത്. അതിന് ആ പൂന്തോട്ടത്തിൽ, ഏത് തോട്ടത്തിലും കളകൾ വളർന്നാൽ ആ തോട്ടം പോയില്ലേ. അടുത്തത്, നമ്മൾ അതിൽ നെഗറ്റീവ് തോട്ട്സ്, അത് മറ്റുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, പൂക്കളല്ല എന്തെങ്കിലും പാഴ്ചെടികളെ വളർത്തിയാണ് ആ പൂന്തോട്ടത്തിന് പൂന്തോട്ടം എന്ന് പറയില്ലല്ലോ. അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മൾ നല്ല ചെടികൾ വളരുന്ന, നല്ല സൗരഭ്യം വളർത്തുന്ന പൂന്തോട്ടങ്ങളായിട്ട് വളർത്താനുള്ള തോട്ട്സ്, ചിന്തകൾ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ചിന്തകൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുക, നമ്മൾ സ്വപ്നം കാണുക, നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഞാൻ നേരത്തെ ഏതോ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ പോലെ, നമുക്ക് വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വരുമാനം കണ്ണീര് പോലെയാണ്, ഒരേ സ്ഥലത്ത് കൂടെ മാത്രമേ വരുള്ളൂ. പക്ഷെ ചിലവോ അത് വിയർപ്പ് പോലെയാണ്, എതിലൊക്കെയാ പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ചിന്തകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാ പറയാൻ സമയം കിട്ടിയ, അത് ആദ്യം ഒരു ഹറിബറി ആയിപ്പോയി. അതുകൊണ്ട് 6:45 നമുക്ക് 6:45 വരെയാണ് എനിക്ക് സമയം തന്നത്. അപ്പൊ കുറെ ആ ഒരു ഇതിന്റെ ഫോണിന്റെ കംപ്ലൈന്റ് കൊണ്ടും പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നല്ലൊരു ചിന്താഗതിയോടുകൂടി നമുക്ക് നാളത്തെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ലീഡേഴ്സിനെ കൂട്ടിപ്പിടിക്കുക, നമ്മൾ അസോസിയേറ്റ്സിനെ കൂട്ടിപ്പിടിക്കുക, നമ്മൾ മുന്നോട്ട് പോകുക, നമ്മളൊന്ന് പ്രതീക്ഷിക്കുക. പെട്ടെന്ന് അങ്ങ് പൈസക്കാരനാണെന്ന് വിചാരിച്ചാൽ നടക്കില്ല. നമ്മളിങ്ങനെ പയ്യെ ഓരോ സ്റ്റെപ്പ് കയറി നമ്മൾ പോകണം. അതിനാദ്യം ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പ്രോഡക്റ്റിനെ പഠിക്കണം. പ്രോഡക്റ്റിനെ പഠിച്ചേ തീരൂ. അത് നിങ്ങൾ ഒരു ട്രെയിനിന്റെ എഞ്ചിൻ പോലെയാണ് പ്രോഡക്റ്റ്. ഇത് നമ്മളെ കമ്പനി, നമ്മളെ ഈ ഒരു ബിസിനസ്, നമ്മളെ ഈ ഗ്രൂപ്പ്, ഒരു കമ്പനി ഒരു ട്രെയിനാണെന്ന് കരുതുക. അതിന്റെ എഞ്ചിൻ ഉണ്ടല്ലോ, ആ എഞ്ചിനാണ് പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് പഠിച്ചാൽ മാത്രമേ, ഈ എഞ്ചിനാണല്ലോ ഈ ട്രെയിനിനെ വലിച്ചു കൊണ്ടുപോകുന്നത്, ഈ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അത് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഏകദേശം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ പ്രോഡക്റ്റ് നോളജിനെ പറഞ്ഞു, നമ്മളെ തോട്ട്സിനെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പൂന്തോട്ടമായിട്ട് മനസ്സ് നല്ലൊരു പൂക്കൾ വളരുന്ന നല്ലൊരു പൂന്തോട്ടമായിട്ട് വളരട്ടെ, ആ ഒരു തോട്ട്സ് നമ്മൾ ഉണ്ടാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തട്ടെ. ഞാൻ സിദ്ദിഖ് മാനന്തവാടി.